ആരെങ്കിലും അടിച്ചോ? BJP ഓഫീസിൽ മാർച്ച് നടന്നു മാത്രം നിങ്ങൾക്ക് ഇത്ര സൂക്കേട് കൈവച്ചതാ മതി. ഞങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞില്ല എവിടെ വെച്ചാൽ ലക്ഷമിണ്ടിയോ ഏർപ്പാട് വേണ്ട. ജയഘോഷം വിളിച്ച് അന്നി അടിച്ചു പറഞ്ഞ് എല്ലാവരും മാറിയല്ലോ. എന്റെ സ്റ്റാഫ് രണ്ടുപേരോട് പറയാം ഓഫീസിൽ ഇരിക്കണമെന്ന്. അവനാണോ ശമ്പളം കൊടുക്കുന്നത്? എന്റെ സ്റ്റാഫ് പ്രശ്നം ഉണ്ടാക്കിയോ? അവര് മാർച്ച് പിടിച്ച് തള്ളിയോ? എന്റെ 2 സ്റ്റാഫിനെ അടിച്ചു, 2 പേരെ അടിച്ചു. ഞാനൊരു പോലീസുകാരൻ പറയാ എന്റെ ഓഫീസിൽ ഇരിക്കണമെന്ന്. എന്റെ ശമ്പളം കൊടുക്കുന്നത് എവിടെയിരിക്കണം അവനാണോ തീരുമാനിക്കുന്നത്? ജയഘോഷം ബസ്സേ അങ്ങനെ പോലീസ് വല്ലാതെ RSS ഷോ ഒന്നും കാണിക്കണ്ട. കോട്ടയം പാട്ടി നോക്കിട്ടോ, പാലക്കാട് നടക്കില്ല. മര്യാദക്ക് പറഞ്ഞേക്കാം. ഒരു ബാരിക്കേഡിന് അപ്പുറത്ത് ഉദ്ഘാടകനെ കൊല്ലും പറയാ, അത് നോക്കി നിന്ന് പോലീസ് നിൽക്കുക. അതിനുശേഷം അവർക്ക് പ്രവർത്തകർക്ക് അവിടെ പരിപാടി ജയഘോഷിന്റെ മുഖം അടിച്ചു പൊട്ടിക്കുമെന്ന് പറഞ്ഞാൽ SI നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കുക. നോക്കാം അടിച്ചു പൊട്ടിക്കാൻ പറ്റുമോ നോക്കാം. അത്ര ആർജവമുള്ള SI ഇങ്ങോട്ട് വിളിക്കുക. ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത ഒരു മുഖം അടിച്ചു പൊളിക്കുമെന്ന് പറഞ്ഞാൽ അവനെയും കൊണ്ടാ വന്നേക്കുന്നത്. എന്നാ മുഖം ഒന്ന് അടിച്ചു പൊളിക്കും നിങ്ങൾ. RSS മാർച്ച് നടക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ല. എന്റെ ഓഫീസിലോട്ട് മാർച്ച്, DCC മാർച്ച് നിങ്ങൾക്ക് അടിക്കണ്ടായിരുന്നല്ലോ. കാല് വെട്ടുമെന്ന് പറഞ്ഞു, തല വെട്ടുമെന്ന് പറഞ്ഞു, നിങ്ങൾക്കൊന്നും ചെയ്യണ്ടായിരുന്നല്ലോ. RSSന്റെ ഓഫീസിലോട്ട് മാർച്ച് നടത്തി നിങ്ങൾക്ക് പ്രശ്നമോ? നിങ്ങൾ കണ്ടതാണല്ലോ അവിടെ എന്തായിരുന്നു പ്രകോപനം. എന്തിനാ സന്ദീപ് വാര്യരെ അറസ്റ്റ് ചെയ്തേ? രാവിലെ ഉദ്ഘാടകനായി വന്ന MT രമേശിനെ അവർ തൊട്ടോ? സന്ദീപ് വാര്യരെ കൊല്ലുമെന്ന് ബാരിക്കേഡിനപ്പുറത്ത് എന്ന് പറഞ്ഞിട്ട് ഒരുത്തെങ്കിലും അറസ്റ്റ് ചെയ്തോ? നിങ്ങൾ കണ്ടതല്ലേ. എന്റെ കാല് വെട്ടുമെന്ന് പറഞ്ഞു, തല വെട്ടുമെന്ന് പറഞ്ഞു, കേസെങ്കിലും എടുത്തോ? BJPക്ക് എതിരായിട്ട് സമരം നടത്തുമ്പോൾ മാത്രം ഇവർക്ക് കയറി അടിക്കല്. എന്റെ 2 സ്റ്റാഫുകൾ റോഡ് സൈഡിൽ ഇരിക്കുക, അവരെ അടിച്ചു. സ്റ്റാഫാന്ന് പറഞ്ഞപ്പോൾ പറയാ ആ ഓഫീസിൽ പോയിരിക്കണമെന്ന്. അവരാണോ തീരുമാനിക്കുന്നത് എന്റെ സ്റ്റാഫ് എവിടെ ഇരിക്കണമെന്ന്? അവർ സമരം ചെയ്തെങ്കിലും അടിക്കാൻ പറ്റുള്ളൂ. പാലക്കാട്ടെ പോലീസ് വല്ലാതെ അങ്ങ് ഒരു സംഘിപ്രീണനമുണ്ട്. അത് കൈവച്ചിരുന്നാൽ മതി. മുനിസിപ്പാലിറ്റി മാത്രമേ അവർ ഭരിക്കുന്നുള്ളൂ. മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലുള്ള സ്റ്റേഷൻ അവരല്ല ഭരിക്കുന്നത്, RSS അല്ല. മർദ്ദിച്ച പോലീസ് നിങ്ങളിപ്പോ കണ്ടില്ല. എത്ര പോലീസുകാരെ ഞാൻ മാറ്റി വിട്ടു. ഇവരെന്തിനാ ലോ ആൻഡ് ഓർഡർ ഇനാക്ട് ചെയ്യാൻ വരുമ്പോൾ എന്തുകൊണ്ട് ഇവർ യൂണിഫോം ഇടാത്തത്? സിവിൽ ഡ്രസ് ഇരിക്കുക. എന്നെ പിടിച്ച് മാറ്റിയ മൊത്തം സിവിൽ ഡ്രസ്സുകാരന്മാർ. ഞാൻ ചോദിച്ചു നിങ്ങൾ പോലീസാണോ? ആണെന്ന് പറഞ്ഞു. മാറിയിക്കാൻ പറഞ്ഞു. യൂണിഫോമോട് കൂടിയല്ലേ പോലീസുകാരൻ. ലോ ആൻഡ് ഓർഡർ ചെയ്യണമെങ്കിൽ യൂണിഫോം വേണ്ടേ? പോലീസ് ഫൈനലിൽ പാർട്ടല്ലേ? അതല്ലാതെ ഒരാൾക്ക് എങ്ങനെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യാൻ പറ്റുക? ഇവിടെ കോൺഗ്രസ് സമരം ചെയ്തു കഴിഞ്ഞാൽ കോൺഗ്രസ് CPMന്റെ ഓഫീസിൽ പോയവർക്ക് പ്രശ്നമില്ല. ഇനി അതാണെന്ന് വിചാരിക്കണ്ട. കഴിഞ്ഞ ദിവസം ഇവിടെ ഗണേഷ് കുമാർ വന്നു, ഞാനുണ്ടായിരുന്നു, ശ്രീകണ്ഠൻ MP ഉണ്ടായിരുന്നു. ഞങ്ങൾക്കെതിരായിട്ട് പ്രതിഷേധം ഉണ്ടായി. പോലീസ് പ്രശ്നമില്ല. അത് BJPയുടെ പ്രതിഷേധമാണ്. പക്ഷെ BJP ഓഫീസോട് ഒരു പ്രതിഷേധം പോയി കഴിഞ്ഞാൽ ഇവർക്ക് അസ്വസ്ഥതയാണ്. നമുക്ക് നോക്കാം.